Dear children, welcome to +1 zoology class. കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന അധ്യായത്തിലെ ചില പ്രധാന ആശയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We have learnt something about the general organization of human digestive system. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. Alimentary canal and associated digestive glands constitute digestive system. നമ്മൾ alimentary canalന്റെ ചില ഭാഗങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. Alimentary canal begins with an anterior opening called the mouth. It leads to oral cavity or buccal cavity. Buccal cavity encloses teeth and a muscular tongue. Oral cavity leads to pharynx, which is a common passage for both food and air. Pharynx leads to a long tube called esophagus. Esophagus opens to the stomach, and the opening is guarded by a sphincter called gastroesophageal sphincter. ഇത്രയും കാര്യങ്ങളാണ് alimentary canalനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. Now, alimentary canal opens to stomach. Alimentary canal സ്റ്റൊമക്കിലേക്കാണ് തുറക്കുന്നത്. സ്റ്റൊമക്ക് ഈസ് എ ജെ ഷേപ്ഡ് ബാഗ്. ഏതാണ്ട് ഒരു ജെ ആകൃതിയിൽ കിടക്കുന്ന ഒരു സഞ്ചിയാണ് ആമാശയം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ ശരീരത്തിന് രണ്ട് ക്യാവിറ്റീസ് ഉണ്ട്, തൊറാസിക് ക്യാവിറ്റി ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഔരസാശയവും ഉദരാശയവും. ഇതിൽ ഉദരാശയത്തിനുള്ളിലാണ് സ്റ്റൊമക്ക് സ്ഥിതി ചെയ്യുന്നത്. ചിത്രത്തിലേക്ക് നോക്കൂ. സ്റ്റൊമക്കിൻ്റെ അത്രയും ഭാഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്റ്റൊമക്ക് ഹാസ് 3 മേജർ പാർട്സ്. ആമാശയത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ദേ ആർ എ കാർഡിയാക് പോർഷൻ. കാർഡിയാക് പോർഷൻ ഈസ് ദ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് ടു വിച്ച് ഈസോഫാഗസ് ഓപ്പൺ. ഈസോഫാഗസ് വന്ന് തുറക്കുന്ന ഭാഗത്തെയാണ് കാർഡിയാക് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. Cardiac stomach is followed by a portion called fundic region. Fundic regionനെ തുടർന്ന് വരുന്ന ഭാഗത്തെ നമുക്ക് body of stomach എന്ന് പറയാം. It is followed by pyloric portion. Pyloric portion is the last part of the stomach that opens into the first part of small intestine. ചെറുകുടലിലേക്ക് തുറക്കുന്ന ഭാഗത്തെയാണ് പൈലോറിക് റീജിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ 3 ഭാഗങ്ങളും വളരെ കൃത്യമായി കാണാം. Now, small intestine. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 22 feet ഓർ 7 meters, 7 മീറ്ററോളം നീളമുള്ള കുഴലാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓൾസോ ഹാസ് 3 parts. ചിത്രത്തിലേക്ക് നോക്കൂ. You can see a C-shaped duodenum. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്തെ ഡിയോഡിനം എന്നാണ് പറയുന്നത്. ഇതിനൊരു സി ഷേപ്പാണ്. സി ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഡിയോഡിനം. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ കോൾഡ് ജജനം. ഡിയോഡിനത്തെ തുടർന്ന് ചുരുളുകളായി കാണുന്ന നന്നായി ചുരുണ്ടിരിക്കുന്ന ഭാഗത്തെയാണ് ജജനം എന്ന് പറയുന്നത്. It is followed by a highly coiled part called ileum. So, small intestine has 3 parts, namely duodenum, jejunum and ileum. Stomach opens to the duodenum. Stomach വന്ന് തുറക്കുന്നത്, അതായത് pyloric portion of the stomach opens to the duodenum of the small intestine. Small intestineന്റെ duodenatiലേക്കാണ് pyloric stomach തുറക്കുന്നത്. The opening of the stomach into the duodenum is guarded by a pyloric sphincter. Pyloric stomachൻ്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും അതായത് ഡിയോഡിനത്തിൻ്റെയും ഇടയിൽ കാണുന്ന പേശി നിർമ്മിതമായൊരു വാൽവാണ് പൈലോറിക് സ്ഫിങ്ക്റ്റർ. ഇറ്റ് റെഗുലേറ്റ്സ് ദ ഓപ്പണിംഗ് ഓഫ് പൈലോറിക് സ്റ്റൊമക് ഇൻ ടു ദ ഡിയോഡിനം. The last part of small intestine is called ileum. Ileum opens to large intestine. ഏറ്റവും അവസാനത്തെ ഭാഗമായ ഇലിയം ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് അല്ലെങ്കിൽ വൻകുടലിലേക്ക് തുറക്കുന്നു.
ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ചിത്രം മോണിറ്ററിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ്ലി വൈഡർ ട്യൂബ്. സ്മോൾ ഇൻറ്റസ്റ്റൈനേക്കാൾ വലിപ്പം കൂടിയ ഭാഗമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് ഹാസ് പാർട്സ് ലൈക്ക് സീക്കം, കോളൻ ആൻഡ് റെക്റ്റം. സീക്കം ഈസ് എ ബ്ലൈൻഡ് സാക്ക്. അതൊരു സഞ്ചി പോലെയുള്ളൊരു ഭാഗമാണ് സീക്കം. ഇറ്റ് കൺസിസ്റ്റ് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ്. ഉപകാരികളായ സൂക്ഷ്മജീവികൾ ഈ സീക്കത്തിനുള്ളിൽ കാണപ്പെടുന്നു. ഇവ ഡൈജഷൻ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഫ്രം ദ സീക്കം there arises a narrow finger-like tubular projection. സീക്കത്തിൽ നിന്ന് വിരല് പോലെ ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഇറ്റ് ഈസ് ദ വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് ഈസ് എ വെസ്റ്റീജിയൽ ഓർഗൻ. എന്താണ് വെസ്റ്റീജിയൽ ഓർഗൻ? ഇറ്റ് ഈസ് ഇവല്യൂഷണറി സിഗ്നിഫിക്കൻറ്റ് പാർട്ട്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ള ഒരവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ്, അല്ലെങ്കിൽ പൊതുവെ വെസ്റ്റീജിയൽ ഓർഗൻസ്. വെസ്റ്റീജിയൽ ഓർഗൻസ് നമ്മുടെ ഒരു ആൻസസ്ട്രിയെ ഓർമ്മിപ്പിക്കാനായി ശരീരത്തിൽ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ പൂർവികരിൽ വളരെ ഡെവലപ്ഡ് ആയിരുന്നതും ഇവല്യൂഷൻ സംഭവിച്ച പുതിയ ജീവികളിൽ അവ ലോപിച്ച് ചെറിയ ഒരു അവയവമായി നിലനിൽക്കുന്നതുമാണ് വെസ്റ്റീജിയൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിൽ പല വെസ്റ്റീജിയൽ ഓർഗൻസും ഉണ്ട്. നമ്മുടെ കണ്ണിനുള്ളിലെ പ്ലിക്ക സെമിലൂണാറിസ് എന്ന് പറയുന്ന ഭാഗം ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. അതുപോലെ വെർമിഫോം അപ്പൻഡിക്സ് ഈസ് എ വെസ്റ്റീജിയൽ ഓർഗൻ. ദ സീക്കം ഓപ്പൺസ് ഇൻ ടു ദ കോളൻ. സീക്കം കോളനിലേക്കാണ് തുറക്കുന്നത്. കോളൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. കോളൻ അത് സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അതിന് 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻ അസെൻഡിങ് പാർട്ട്, എ ട്രാൻസ്വേഴ്സ് പാർട്ട് ആൻഡ് എ ഡിസെൻഡിങ് പാർട്ട്. മുകളിലേക്ക് കിടക്കുന്ന ഭാഗത്തെ അസെൻഡിങ് പാർട്ട് എന്നും തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ ട്രാൻസ്വേഴ്സ് പാർട്ട് എന്നും താഴേക്ക് അഭിമുഖമായി കിടക്കുന്ന ഭാഗത്തെ ഡിസെൻഡിങ് പാർട്ട് എന്നും പറയാം. ദ ഡിസെൻഡിങ് പാർട്ട് ഓപ്പൺസ് ഇൻ ടു ദ റെക്റ്റം. കോളൻ്റെ ഡിസെൻഡിങ് പാർട്ട് തുറക്കുന്നത് റെക്റ്റം എന്ന ഒരു ഭാഗത്തിലേക്കാണ്. റെക്റ്റം സ്റ്റോർസ് ഫീസസ് ടെമ്പററിലി. ആഹാരാവശിഷ്ടങ്ങൾ താൽക്കാലികമായി സംഭരിച്ചു വെക്കുന്ന ഒരു ഭാഗമാണ് റെക്റ്റം. റെക്റ്റം ഓപ്പൺസ് ഔട്ട് ത്രൂ ദ പോസ്റ്റീരിയർ ഓപ്പണിംഗ് ഓഫ് ദ എലിമെൻ്ററി കനാൽ കോൾഡ് ഏനസ്. നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ പോസ്റ്റീരിയർ ഓപ്പണിങ്ങിൻ്റെ പേരാണ് ഏനസ്. റെക്റ്റം പുറത്തേക്ക് തുറക്കുന്നത് ഏനസിലൂടെയാണ്. So you have got an idea about the general organization of digestive system. Now let's watch a short video. വീഡിയോയിൽ നാം കഴിക്കുന്ന ഭക്ഷണം അന്നപഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ പ്രക്രിയകളിലൂടെ കടന്നുപോയി രക്തത്തിലെത്തി സംഭരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അസൈൻമെൻറ്റ് ചെയ്യാം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ പാത്വേ ഓഫ് ഫുഡ് ഫ്രം മൗത്ത് ടു റെക്റ്റം. മൗത്ത് മുതൽ റെക്റ്റം വരെ ഉള്ള ഭക്ഷണത്തിൻ്റെ സഞ്ചാരപാത ഫ്ലോ ചാർട്ടായി ചിത്രീകരിക്കുക. നിങ്ങളിത് ചെയ്ത് നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നൗ വി വിൽ ഡിസ്കസ് സർട്ടൻ പാർട്സ് ഓഫ് എലിമെൻ്ററി കനാൽ ഇൻ ഡീറ്റെയിൽ. നമ്മളിപ്പോൾ എലിമെൻ്ററി കനാലിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ് മനസ്സിലാക്കിയത്. ഇനി ഇവയുടെ പല ഭാഗത്തും പല പ്രത്യേകതകളും നിരീക്ഷിക്കാനുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. ദ വാൾ ഓഫ് എലിമെൻ്ററി കനാൽ ഫ്രം ഈസോഫാഗസ് ടു റെക്റ്റം പോസസ് 4 ഡിഫറെൻറ്റ് ലെയേഴ്സ്. എലിമെൻ്ററി കനാലിൽ
ഈസഫാഗസ് മുതൽ റെക്റ്റം വരെയുള്ള ഭാഗത്തിൽ നമ്മളതിൻ്റെ ഭിത്തി പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 4 ഡിഫറെൻറ്റ് ലെയേഴ്സ്. 4 പാളികൾ കൊണ്ടാണ് അന്നനാളത്തിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 4 പാളികൾ? The 4 layers are serosa, muscularis, submucosa and mucosa. Please see the monitor. Serosa is the outermost layer. ഈ 4 പാളികളിൽ ഏറ്റവും പുറമേ കാണുന്ന പാളിയാണ് സെറോസ. Serosa is made up of thin mesothelium with some connective tissues. ചില യോജക കലകളൊക്കെ കൂടിച്ചേർന്ന മീസോത്തീലിയം കൊണ്ടാണ് സെറോസ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലെയർ ഇസ് മസ്കുലാരിസ്. Muscularis is formed of smooth muscles. These smooth muscles usually arranged into an inner circular and outer longitudinal layer. Muscularis എന്ന ഈ പാളി പേശികൾ കൊണ്ട് നിർമ്മിതമാണ്. 2 നിരകോശങ്ങൾ കാണാൻ പറ്റും. ഉള്ളിൽ വലിയ പേശികളും പുറമേ ദീർഘപേശികളുമാണ് മസ്കുലാരിസിൽ കാണപ്പെടുന്നത്. At certain places, oblique muscle layer also be present. ചില സ്ഥലങ്ങളിൽ ചരിഞ്ഞ പാളിയും കാണാൻ കഴിയും. ചിത്രത്തിൽ 3 പാളികളും നിങ്ങൾക്ക് നിരീക്ഷിക്കാം. നെക്സ്റ്റ് ലെയർ ഇസ് submucosal layer. Submucosal layer is formed of loose connective tissues. അയഞ്ഞ യോജക കലകളാൽ നിർമ്മിതമാണ് സബ്മ്യൂക്കസ് പാളി. This layer also contains nerves, blood vessels and lymph vessels. രക്തലോമികകളും നാഡികളും ലിംഫ് ലോമികകളും ഈ സബ്മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്നുണ്ട്. ഇൻ ഡിയോഡിനം, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്ക ഭാഗത്ത് സബ്മ്യൂക്കോസൽ ലെയറിൽ ചില ഗ്ലാൻസ് കാണപ്പെടുന്നുണ്ട്. ഇൻ ഡിയോഡിനം, ഗ്ലാൻസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ സബ്മ്യൂക്കോസൽ ലെയർ. നൗ ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് the alimentary canal is called mucosa. ആമാശയത്തെ ഉൾവശത്ത് നിന്ന് ആവരണം ചെയ്തിരിക്കുന്ന പാളിയാണ് മ്യൂക്കോസ. ഈ മ്യൂക്കോസൽ ലെയറിന് അലിമെൻ്ററി കനാലിൻ്റെ പല ഭാഗത്തും മോഡിഫിക്കേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. മ്യൂക്കോസൽ ലെയർ ഗെറ്റ്സ് മോഡിഫൈഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി അലിമെൻ്ററി കനാൽ. ലെറ്റ്സ് സീ ഹൗ ദ മോഡിഫിക്കേഷൻസ് occur. In the stomach, this mucosal layer forms irregular folds called rugae. ആമാശയത്തിനകത്ത് നോക്കിയാൽ ഈ മ്യൂക്കോസൽ ലെയർ ക്രമരഹിതമായ മടക്കുകളായി മാറിയിരിക്കുന്നത് കാണാം. ഈ മടക്കുകളെ റൂഗേ എന്ന് പറയുന്നു. In small intestine, this layer forms finger-like foldings called villi. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോൾ മ്യൂക്കോസൽ ലെയർ വിരലുകൾ പോലെ ഉള്ള മടക്കുകളായി കാണപ്പെടും. These finger-like projections are called villi. Villus singular, villi plural. ചെറുകുടലിൽ വില്ലസുകളായി ഈ മ്യൂക്കസ് ലെയർ മാറിയിരിക്കുന്നത് കാണാം. മോണിറ്ററിൽ നോക്കൂ, വില്ലസിൻ്റെ ഘടന ചിത്രീകരിച്ചിട്ടുണ്ട്. The cells lining the villi produce numerous microscopic projections called microvilli. വില്ലസുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ധാരാളം മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് കാണാൻ കഴിയും. ഇവയെ മൈക്രോവില്ലൈ എന്നാണ് വിളിക്കുന്നത്. ദീസ് മോഡിഫിക്കേഷൻസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഇനോർമസ്ലി. ആമാശയത്തിനകത്തും ചെറുകുടലിനകത്തും ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിൽ റൂഗേ, വില്ലസുകൾ, മൈക്രോ വില്ലസുകൾ എന്നിവ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. വില്ലസിൻ്റെ ചിത്രം കുറച്ച് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ the villi are supplied with a network of capillaries and a large lymph vessel. This large lymph vessel is called lacteal. ഒരു വലിയ ലിംഫ് നളിക കാണാൻ കഴിയും. ഈ നളികയുടെ പേര് ലാക്റ്റിയൽ എന്നാണ്. In mucosal epithelium there are goblet cells. മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിനകത്ത് നിങ്ങൾക്ക് ഗോബ്ലെറ്റ് സെൽസിനെ കാണാൻ കഴിയും. These goblet cells secrete mucus. ഇറ്റ് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ. ഇപ്പോൾ ലൂബ്രിക്കേഷന് സഹായിക്കുന്ന മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുകയാണ് ഗോബ്ലെറ്റ് സെൽസിൻ്റെ പ്രധാന ഫങ്ഷൻ.
ദിസ് മ്യൂക്കോസ ഓൾസോ ഫോംസ് ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക്. ആമാശയത്തിനകത്ത് ഈ മ്യൂക്കോസ ഗ്രന്ഥികളായി മാറാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ആമാശയത്തിനകത്തെ ഗ്രന്ഥികളെ ആമാശയ ഗ്രന്ഥികൾ അഥവാ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നു. ഇൻ ഇൻറ്റെസ്റ്റൈൻ ഇറ്റ് ഫോംസ് ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് ദ വില്ലെ. വില്ലയുടെ ബേസിലെ ക്രിപ്റ്റുകളായി മാറും. അവയെ ക്രിപ്സ് ഓഫ് ലിബർക്കൻ എന്ന് വിളിക്കും. അപ്പോൾ ക്രിപ്സ് ഓഫ് ലിബർക്കൻ ആൻഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആർ ദ മോഡിഫിക്കേഷൻസ് ഓഫ് മ്യൂക്കോസൽ ലെയർ. Digestive system contains an alimentary canal and digestive glands. So we have discussed the parts of alimentary canal in detail. Now digestive glands. ദഹന ഗ്രന്ഥികളും കൂടി ചേരുമ്പോഴാണ് ദഹന വ്യവസ്ഥ പൂർണ്ണമാകുന്നത്. ഏതൊക്കെയാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ദഹന ഗ്രന്ഥികൾ എന്ന് നോക്കാം. The major digestive glands associated with the alimentary canal are salivary glands, liver and the pancreas. ഉമിനീർ ഗ്രന്ഥികൾ, കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവയാണ് പ്രധാനപ്പെട്ട ദഹന ഗ്രന്ഥികൾ. നമുക്കിവ ഓരോന്നിനെക്കുറിച്ചും വിശദമായി പഠിക്കാം. സലൈവറി ഗ്ലാൻഡ്സ് അഥവാ ഉമിനീർ ഗ്രന്ഥികൾ. There are 3 pairs of salivary glands in the buccal cavity. മനുഷ്യ ശരീരത്തിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. They are parotid glands located at the cheek region. കവിൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരോട്ടിഡ് ഗ്രന്ഥികൾ. submaxillary or submandibular glands located near lower jaw. കീഴ്ത്താടിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന submaxillary അല്ലെങ്കിൽ submandibular glands. and sublinguals located below the tongue. നാവിനടിയിലായി സ്ഥിതി ചെയ്യുന്ന sublinguals. ഇങ്ങനെ 3 ജോഡി സലൈവറി ഗ്ലാൻഡ്സ് ആണ് നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിലുള്ളത്. സലൈവറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് സലൈവ. ഇവ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു. ദീസ് ഗ്ലാൻഡ്സ് ഓപ്പൺസ് ടു ദ ബക്കൽ ക്യാവിറ്റി. നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിലേക്കാണ് ഈ 3 ജോഡി ഗ്രന്ഥികളും തുറക്കുന്നത്. സ്ക്രീനിൽ ഉമിനീർ ഗ്രന്ഥികളുടെ സ്ഥാനം ശ്രദ്ധിക്കൂ. സലൈവറി ഗ്ലാൻഡ്സിൽ പരോട്ടിഡ് ഗ്ലാൻഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. പരോട്ടിഡ് ഗ്ലാൻഡ്സ് വീങ്ങുന്നതിനെയാണ് മംസ് എന്ന് പറയുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ്സിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് മംസ്. നമ്മുടെ കവിൾഭാഗത്തായിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലർ ഗ്ലാൻഡ്സ് ആൻഡ് സബ്ലിംഗ്വൽസ്. ഇങ്ങനെ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ ദഹന പ്രക്രിയയ്ക്ക് വളരെയധികം സഹായകമാണ്. നെക്സ്റ്റ്, ലിവർ. Liver is another important and major gland of the body because it is the largest gland of the body. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരൾ ധാരാളം ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ദഹനത്തിൽ മാത്രമല്ല, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതിനും ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ലിവർ. ലിവർ സ്ഥിതി ചെയ്യുന്നത് It is situated in the abdominal cavity just below the diaphragm. ഡയഫ്രത്തിന് തൊട്ട് താഴെയായി അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. It weighs about 1.2 to 1.5 kilogram in adult human being. ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യനിൽ 1.2 to 1.5 കിലോഗ്രാം ഭാരമുണ്ടാകും കരളിന്. ലിവർ ഹാസ് 2 lobes. ചിത്രത്തിൽ നിങ്ങൾക്ക് 2 ലോബ്സിനെയും ഭംഗിയായി കാണാം. Liver is formed of certain structural and functional units. കരൾ നിർമ്മിച്ചിരിക്കുന്നത് ചില അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണ്. കരൾ ഒരു അവയവമാണ്. അവയവം കലകൾ ചേർന്നുണ്ടായിട്ടുണ്ട്. The structural and functional units of liver are called hepatic lobules. കരൾ നിർമ്മിതമായിരിക്കുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് കൊണ്ടാണ്. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് കണ്ടെയ്ൻ ഹെപ്പാറ്റിക് സെൽസ്. ഹെപ്പാറ്റിക് കോശങ്ങളാൽ നിർമ്മിതമാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ചേർന്നാണ് കരൾ ഉണ്ടായിരിക്കുന്നത്. Each hepatic lobule is covered by a thin connective tissue sheath called Glissen's capsule. Glissen's capsule എന്ന പേരുള്ള ഒരു യോജക കല ആവരണം കൊണ്ട് ഹെപ്പാറ്റിക് ലോബ്യൂളിനെ പൊതിഞ്ഞിരിക്കുന്നു. ചിത്രത്തിൽ ഹെപ്പാറ്റിക് ലോബ്യൂൾസും ഹെപ്പാറ്റിക് സെൽസും ഗ്ലിസൻസ് ക്യാപ്സ്യൂളും കൃത്യമായി നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും.
Hepatic cells secrete bile that passes through the hepatic duct and is stored in gallbladder. എന്താണ് ഹെപ്പാറ്റിക് സെൽസിൻ്റെ ഫംഗ്ഷൻ? ഹെപ്പാറ്റിക് സെൽസ് ആണ് പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹെപ്പാറ്റിക് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തരസം ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ഗാൾ ബ്ലാഡറിലെത്തി സംഭരിക്കപ്പെടുന്നു. അപ്പോൾ ലിവറിലെ ഹെപ്പാറ്റിക് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ദ ഡക്റ്റ് ഓഫ് ഗാൾ ബ്ലാഡർ ഈസ് കോൾഡ് സിസ്റ്റിക് ഡക്റ്റ്. ഗാൾ ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലിനെ സിസ്റ്റിക് കുഴൽ എന്നാണ് പറയുന്നത്. ഇറ്റ് ജോയിൻസ് വിത്ത് ഹെപ്പാറ്റിക് ഡക്റ്റ് ഫ്രം ദ ലിവർ. ഇത് ലിവറിൽ നിന്ന് വരുന്ന ഹെപ്പാറ്റിക് ഡക്റ്റുമായി ജോയിൻ ചെയ്ത് കോമൺ ബൈൽ ഡക്റ്റ് ആയി മാറുന്നു. സോ ബൈൽ ഡക്റ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സിസ്റ്റിക് ഡക്റ്റ് ആൻഡ് ഹെപ്പാറ്റിക് ഡക്റ്റ്. ഗാൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന സിസ്റ്റിക് ഡക്റ്റും ലിവറിൽ നിന്ന് വരുന്ന ഹെപ്പാറ്റിക് ഡക്റ്റും ചേർന്നാണ് പൊതുപിത്തനാളിയായി മാറുന്നത് അഥവാ കോമൺ ബൈൽ ഡക്റ്റ് ആയി മാറുന്നത്. ബൈൽ ഡക്റ്റ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺസ് ടുഗെദർ ഇൻടു ദ ഡിയോഡിനം ആസ് ഹെപ്പറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ്. നിങ്ങൾ ആ ചിത്രത്തിൽ പാൻക്രിയാസിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. ഡിയോഡിനത്തിൻ്റെ സി ആകൃതിയിലുള്ള വളവിലാണ് പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത്. പാൻക്രിയാസിലെ ഡക്റ്റും ദാറ്റ് ഇസ് പാൻക്രിയാറ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റ് അല്ലെങ്കിൽ ബൈൽ ഡക്റ്റും പൊതുവായി ഒരുമിച്ച് ഒരു കുഴലിലൂടെ അതായത് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നത്. It is guarded by a sphincter called sphincter of Oddi. Sphincter of Oddi എന്ന് പറയുന്ന ഒരു പേശി നിർമ്മിതമായ വാൽവാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ ഡിയോഡിനത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്നത്. This sphincter of Oddi regulates the opening and closing of hepatopancreatic duct into the duodenum. ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിൻ്റെ അടയ്ക്കലിനെയും തുറക്കലിനെയും നിയന്ത്രിക്കുന്നത് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡിയാണ്. ലിവറിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി നമുക്ക് നോക്കാം. ലിവർ ഇസ് ഫോംഡ് ഓഫ് certain structural and functional units called hepatic lobules. Hepatic lobules contain hepatic cells. Each lobule is covered by a thin connective tissue sheath called Glissen's capsule. These hepatic cells secrete bile. Bile is stored in gallbladder. It passes through hepatic ducts. The duct of gallbladder is called cystic duct. It joins with the hepatic duct of the liver and forms common bile duct. Bile duct and pancreatic duct open together into the duodenum as hepatopancreatic duct. At the junction of duodenum and hepatopancreatic duct, there is a sphincter called sphincter of Oddi. ഇപ്പോൾ സലൈവറി ഗ്ലാൻസിനെ കുറിച്ചും ലിവറിനെ കുറിച്ചും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. Another very important gland is pancreas. ദഹനത്തിന് സഹായിക്കുന്ന ശരീരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. Pancreas is situated between the limbs of the U-shaped duodenum or C-shaped duodenum. ഒരു വശത്തോടെ നോക്കുകയാണെങ്കിൽ C-shaped ആണ്, തിരിച്ചു നോക്കുകയാണെങ്കിൽ അത് U-shaped ആണ്. അപ്പോൾ ഡിയോഡിനത്തിൻ്റെ മടക്കിൻ്റെ ആ ഭാഗത്തായിട്ടാണ് പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത്. പാൻക്രിയാസ് ഈസ് എ കോമ്പൗണ്ട് ഓർഗൻ. അതൊരു സങ്കീർണ ഗ്രന്ഥിയാണ്. ഇറ്റ് ഹാസ് ടു പാർട്സ്, നെയിംലി ആൻ എക്സോക്രൈൻ പാർട്ട് ആൻഡ് എൻഡോക്രൈൻ പാർട്ട്. പാൻക്രിയാസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു എക്സോക്രൈൻ പാർട്ടും ഒരു എൻഡോക്രൈൻ പാർട്ടും. എക്സോക്രൈൻ പാർട്ട് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ് ദാറ്റ് കണ്ടെയ്ൻസ് എൻസൈംസ്. ഇപ്പോൾ എക്സോക്രൈൻ പാർട്ട് പാൻക്രിയാറ്റിക് ജ്യൂസിനെ സ്രവിപ്പിക്കും. പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ധാരാളം എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ് സെക്രീറ്റ് ഹോർമോൺസ്. ഹോർമോണുകളെ സ്രവിപ്പിക്കുന്ന പാൻക്രിയാസിൻ്റെ ഭാഗത്തെയാണ് എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത്. പ്രധാനമായും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇവയുടെ ധർമ്മത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന അധ്യായങ്ങളിലും നമുക്ക് ഈ ഹോർമോണിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു അസൈൻമെൻറ്റ് പൂർത്തിയാക്കാം. Anatomy of liver
pancreas and gallbladder is shown in the picture. Label the parts from A to H. ലിവർ, പാൻക്രിയാസ്, ഗാൾബ്ലാഡർ എന്നിവയുടെ സ്ഥാനവും അനുബന്ധ കുഴലുകളും കാണിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ എ മുതൽ എച്ച് വരെയുള്ള ഭാഗം പേരെഴുതി അടയാളപ്പെടുത്തുക. അസൈൻമെൻറ്റ് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറുമായി ചർച്ച ചെയ്യുക. തുടർന്നുള്ള ഭാഗം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ താങ്ക് യു.